ഹലോ ഡിയേഴ്സ്, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചിക്കൻ കൊണ്ടുവരാറുണ്ടെങ്കിലും ബ്രോസ്റ്റ് പൊടി ഇല്ലല്ലോ കരുതിയാണ്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്ന ഒരാൾക്കാരായിരിക്കൂലേ നമ്മൾ. നിങ്ങളങ്ങനെ അല്ലെങ്കിലും ഞാൻ അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ. ചിക്കൻ കൊണ്ടുവരാറുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാനും മടിയാണ്, കാരണം സെപ്പറേറ്റ് പൊടിയൊക്കെ വാങ്ങി മെനക്കെട്ട പണിയല്ലേ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ബ്രോസ്റ്റ് ഉണ്ടാക്കിയതെന്നൊന്ന് കാണിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഉപ്പും പുളിയും ഒക്കെ നല്ലോണം പിടിച്ചിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. വെറൈറ്റി ആണെന്ന് കരുതുമ്പോൾ ബ്രോസ്റ്റ് അല്ലാന്ന് തോന്നുകയെന്നൊന്നുമില്ല കേട്ടോ. നല്ല രസമുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. ഞാനിതിനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കിയിട്ടില്ല, ഒരു മീഡിയം പീസാണ് കേട്ടോ. നമ്മുടെ ബിരിയാണീൻ്റെ അത്ര പോകുന്ന ഒരു പീസാക്കിയിട്ടുണ്ട്. അത് നന്നായിട്ട് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്നാണ് കരുതി. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത ചിക്കൻ നമ്മളവിടെ ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് തോരട്ടെ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മളെ ബ്രോസ്റ്റ് പൊടിയിലായിട്ട് നമ്മൾ വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതിൻ്റെയൊക്കെ പേസ്റ്റാണ് ഇടൽ. അതിന് പകരം നമുക്കൊരു മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഞാനൊരു വലിയുള്ളി മീഡിയം സൈസ് എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പച്ച കളർ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, അത് അതിൻ്റെ മുമ്പ് അരച്ചിട്ടുള്ള ഒരു പുതിന ചട്നീൻ്റെതാണ്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിനാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ബ്രോസ്റ്റാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കുറച്ച് പെരുംജീരകപ്പൊടി, സത്യത്തിൽ ഇതിൻ്റെ ഒരു ഓപ്ഷൻ മാത്രമാണ് പെരുംജീരകപ്പൊടി, സാധാരണ ബ്രോസ്റ്റിൻ്റെ ഫ്ലേവർ അല്ലല്ലോ. ആവശ്യത്തിന് ഉപ്പ്, ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി. പിന്നെ ഈ ലാസ്റ്റ് ചേർക്കുന്നത് ഇതിൻ്റെ ഒരു ടിപ്പാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തോളി, ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. നമ്മുടെ ചാറ്റ് മസാല പൗഡറാണ് കേട്ടോ ഈ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അത് വേറൊരു ഫ്ലേവറല്ല, എനിക്കിഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് കൂടുതൽ തൈര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്നുള്ളെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് ചേർത്താൽ മതി. ഞാൻ അത് ഉണ്ടായതുകൊണ്ട് ഉണ്ടാകണ പുളിച്ചിത്തരം എന്നൊക്കെ പറയില്ല, അതാണ് ടേ കാണുന്നത്. അപ്പോൾ നമ്മൾ മസാല നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പീസൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഈ ചിക്കനൊക്കെ ഒന്ന് നല്ലോണം അമർത്തി പ്രസ് ചെയ്ത് അതിലിങ്ങനെ കുളിച്ച് കിടക്കുന്ന രീതിയിൽ നിൽക്കട്ടെ. ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ, കൂടിയാൽ നിങ്ങൾക്ക് എത്ര ആയാലും കുഴപ്പമില്ല. അത് വിചാരിച്ച് പുറത്തേക്കരുത്. കുറേ നേരം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലും, അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പുറത്തും വെക്കണമാണ് കേട്ടോ നല്ലത്. അപ്പോൾ ചിക്കൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബ്രോസ്റ്റിൻ്റെ പൗഡർ സെറ്റ് ചെയ്യാം. കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, അതേ അളവ് തന്നെ നമ്മൾ അരിപ്പൊടി എടുക്കുന്നുണ്ട്. സോഫ്റ്റ്നെസ്സും വേണം, ക്രിസ്പിനെസ്സും വേണം, അതിനുകൊണ്ടാണ് കേട്ടോ. പിന്നെ എരിവ് കിടക്കട്ടെ എന്ന് കരുതി കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതിനൊക്കെ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ ഉഷാറാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. വൈറ്റ് പെപ്പറാണ് സാധാരണ യൂസ് ആക്കലെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഈ ബ്ലാക്ക് കുത്തൊന്നും കാണലില്ലല്ലോ. പക്ഷേ ഒരു പാകത്തിന് ചെറിയൊരു എരിവിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അപ്പം ഞാൻ ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഓപ്ഷണലാണ്, വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. ഞാൻ പിന്നെ വേഗം ഒന്ന് റെഡാക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് നമ്മളെ പരിപാടികൾ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചിക്കൻ സെറ്റായിട്ടുണ്ട്, പിന്നെ കുറച്ച് ഐസ് വാട്ടർ സെറ്റായിട്ടുണ്ട്, പിന്നെ നമ്മളെ പൗഡറും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമ്മൾ ചിക്കൻ നല്ലവണ്ണം ഒന്ന് മസാലയിലൊന്ന് മുക്കി തോർത്തിയിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുക. നേരെ പോയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൗഡറിലിട്ട് നന്നായിട്ട് മുക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇതിൽ കോട്ടാവൂല എന്നുള്ള ഡൗട്ടിനാണോ, അല്ലെങ്കിൽ ഒരു ഡബിൾ കോട്ട് കൊടുക്കാനാണോ, അല്ലെങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാനാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെയൊക്കെയോ കണ്ടുകണി ഈ ഐസ് വാട്ടറിൽ മുക്കിയിട്ടുള്ള ആ ഒരു കുടച്ചിൽ കേട്ടോ. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണം കേട്ടോ. പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഒറിജിനാലിറ്റി, ഒരു ലെയർ ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് അത്യാവശ്യം വേവുള്ള പീസസ്സാണ്, കാരണം അത്യാവശ്യം സൈസ് ഉണ്ട്. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ എല്ലില്ലാത്ത ചിക്കനാണ്. എത്ര പൊരിച്ചാലും അതൊരു ഹാർഡായിട്ടേ കാരണം നിൽക്കുക. ആ ഒരു അഡ്വഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലും അല്ല ഹൈ ഫ്ലെയിമിലും അല്ലാണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടാട്ടോ വേവിക്കണത്. ഞാൻ നല്ല ഫ്ലെയിമിലിട്ട് നോക്കിയപ്പോൾ വേഗം കോട്ട്, അതിൻ്റെ ആ പുറത്തത്തെ കോട്ട് ബ്രൗൺ ആവുകയാണ്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക, ഇതിങ്ങനെ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ടും തിരിച്ചും മറിച്ചും 4 ഭാഗം ഇട്ടിട്ട് പൊരിക്കുന്നുണ്ട്. സംഭവം 4 ഭാഗം ഇടേണ്ടി വരുന്നത് ഇത്രയും തടിയുള്ള പീസസ് ആയിട്ടാണ്, അതും ഇറച്ചി മാത്രമുള്ള ടൈപ്പ് പീസസ് ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ബ്രോസ്റ്റിൽ ഏത് പീസാണ് ഇഷ്ടം? എല്ല് കൂടുതലുള്ളതാ അതോ
ഈ മീറ്റ് കൂടുതലുള്ള അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ കൂടുതൽ മീറ്റുള്ളതും എൻ്റെ അനിയത്തിയാളൊക്കെ കൂടുതൽ ബോണുള്ളതും എടുക്കുക. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞെടുക്കണതിൻ്റെ ഇടയിൽ നമ്മളെ ബ്രോസ്റ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്ര ലൈറ്റ് കളറല്ല കേട്ടോ അത് സംഭവം കൈ പിടിച്ചണേ ഫോണിൽ ഫ്ലാഷ് അടിച്ചതിൻ്റെ ലുക്കാണത്. ഒറിജിനൽ കളറ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഓരോന്നും ഇങ്ങനെ 3-4 ട്രിപ്പായിട്ട് പൊരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ എക്സാക്റ്റ് നമ്മളെ ബ്രോസ്റ്റിൻ്റെ കളറ്. ഞാൻ ഒരു തട്ടിക്കൂട്ട് മയോണൈസും കൂടുതൽ ഉണ്ടാക്കിയിട്ടിട്ട് ഞാൻ അതൊന്നും ഇട്ട് തിന്നണതൊന്നും കാണിച്ചിട്ടില്ല. കാരണം പകൽ ഓരോ കാര്യങ്ങളായിട്ട് ബിസി ആയിപ്പോയി. പിന്നെ രാത്രി തിന്നപ്പം അത് കാണിക്കാനുള്ളൊരു വെളിച്ചോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഒരു ഈസി ബ്രോസ്റ്റ് റെസിപ്പി. നിങ്ങൾ ഇനി ബ്രോസ്റ്റ് പൊടി ഇല്ലാണ്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കില്ല എന്നൊന്നും കരുതി നിൽക്കണ്ട. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എളുപ്പമല്ലേ. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം ഉള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ കാണുന്നില്ല, എന്നാലും അത്യാഗ്രഹം കൊണ്ട് പറയണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ നല്ല വീക്കാണ്. ഇപ്പം ഞാൻ നല്ല കുട്ടിയായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, എന്നിട്ടും നല്ല വീക്കാണ്, എന്താണെന്നറിയില്ല. അപ്പം നല്ലൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബായ്.